OP ചികിത്സ മുടക്കിയുള്ള സർക്കാർ ഡോക്ടർമാരുടെ സമരം 5ാം ദിവസവും തുടരുകയാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും ഉടൻ നൽകുക, ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പ്രതിഷേധത്തെ നേരിടാൻ ആരോഗ്യവകുപ്പ് ഡയസ്നോൺ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്ദുലേഖ രേണു ചേരുന്നു വിശദാംശങ്ങളുമായി. ഇന്ദു, ഗുഡ് മോർണിംഗ്. ഈ 5ാം ദിവസവും തുടരുമ്പോൾ എങ്ങനെയാണ് രോഗികളെ ഈ സമരം ബാധിക്കുന്നത്? മോത്തി, 5ാം ദിവസവും സമരം മുന്നേറുകയാണ്. സർക്കാർ ഡയസ്ലോൺ പ്രഖ്യാപിച്ചിട്ടും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർമാർ. എന്താണ് ഇതിനൊരു പ്രത്യാഘാതമെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു വരുംവരായികകളെക്കുറിച്ച് ഡോക്ടർമാർ അവർ ചിന്തിച്ചിട്ട് തന്നെയാവും എന്തായാലും ഈ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് സമരത്തിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ OP വിഭാഗത്തിന് മുന്നിലാണ്. ഇന്നലെ നമ്മളിവിടെ വന്നിരുന്നു. ഇന്നലത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്നിവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ സമരത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞതുകൊണ്ടാവാം ആളുകൾ നന്നേ കുറവാണ്. മാത്രമല്ല ഇവിടെ എത്തി 1-2 പേരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവരൊക്കെ ഈ സമരത്തെക്കുറിച്ച് കൂടുതൽ അറിയാതെ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരാണ്. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല നിലവിൽ. അതുകൊണ്ട് പ്രതികരണങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. കാരണം സെക്യൂരിറ്റി ജീവനക്കാർ അകത്തേക്ക് പ്രവേശിക്കരുതെന്നും ദൃശ്യങ്ങൾ എടുക്കരുതെന്നും അതുപോലെ തന്നെ പ്രതികരണങ്ങൾ എടുക്കരുതെന്നും കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സ തേടിയെത്തിയ ആളുകൾ ഇന്നലെയൊക്കെ നിരവധി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ കുറവാണ്. 1-2 പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ്. മാത്രമല്ല അവർക്ക് ഇതുപോലെ തന്നെ കൃത്യമായ അറിവില്ലായിരുന്നു തങ്ങളുടെ ഡോക്ടർ ഇന്നുണ്ടോ ഇല്ലയോ എന്ന്. അവരെന്തായാലും നിലവിൽ കാത്തിരിപ്പിലാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ OP ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. PG സ്റ്റുഡൻസ് ഒക്കെ അവരുടെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ അസുഖങ്ങളുമായി എത്തിയ ആൾക്കാരൊക്കെ ഇവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കാലിൽ പ്ലാസ്റ്റർ ഇട്ടവരും അതുപോലെ തന്നെ പ്രത്യേകമായി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്ന ആളുകൾ. നമുക്കറിയാം ഇന്നലെ മുതൽ ഗുരുതരമല്ലാത്ത ശസ്ത്രക്രിയകളടക്കം മറ്റെല്ലാം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ ഡേറ്റ് മാറ്റി നൽകാനൊക്കെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം ഇന്നിപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഇത്രയും ഒരു കുറവ് അനുഭവപ്പെടുന്നത്. മോത്തി, ശരി. ഇന്ദുലേഖ രേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങളാണ്. വ്യക്തമായ വിവരങ്ങൾ അറിയാതെയും എന്നാൽ ആശുപത്രിയിലെത്തി ചികിത്സ നേടേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആണ് പലരും അങ്ങോട്ടേക്ക് എത്തുന്നത്. PG ഡോക്ടർമാരുടെ സേവനമൊക്കെ ലഭ്യമാകുന്നുണ്ട്.